കേസിൽ കോൺഗ്രസ് നേതാവടക്കം 4 പേരെ വനം ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. കോൺഗ്രസ് നേതാവ് പനങ്കയം പാതാർ വിരുപ്പുകണ്ടത്തിൽ ബാലകൃഷ്ണൻ, പാതാർ എടക്കുളങ്ങര മുരളീധരൻ, കൊട്ടുപാറ പത്തൂരാൻ മുനീർ, പാതാർ കണ്ടമംഗലത്ത് ഷിജു എന്നിവരാണ് വനം വകുപ്പിന്റെ പിടിയിലായത്. മഞ്ചേരി വനം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കഴിഞ്ഞ 8-ാം തീയതി പോത്തുകൽ ഭൂതാനം ഇരുൾക്കുന്ന് വനമേഖലയിൽ നിന്നും കാട്ടുപോത്തിനെ വേട്ടയാടിയ കേസിലാണ് ഇവർ അറസ്റ്റിലായത്. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനം ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ കാട്ടുപോത്തിന്റെ അവശിഷ്ടങ്ങൾ ഇരുൾക്കുന്ന് വനമേഖലയിൽ നിന്നും ലഭിച്ചിരുന്നു. കാട്ടുപോത്തിനെ വേട്ടയാടിയ സ്ഥലത്തു നിന്നും 100 മീറ്റർ അകലെയായി വനത്തിലെ കുഴിയിൽ അവശിഷ്ടങ്ങൾ നിക്ഷേപിച്ച നിലയിലായിരുന്നു. പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ അവശിഷ്ടങ്ങൾ പ്രതികൾ വനം ഉദ്യോഗസ്ഥർക്ക് കാണിച്ചു കൊടുത്തു. ലൈസൻസ് ഇല്ലാത്ത നാടൻ തോക്കുപയോഗിച്ചാണ് പ്രതികൾ കാട്ടുപോത്തിനെ വേട്ടയാടിയത്. എന്നാൽ തോക്ക് കണ്ടെത്താനായില്ല. വേട്ട സംഘത്തിൽ കൂടുതൽ ആളുകളുണ്ടെന്നും ഇവർ ഉടൻ അറസ്റ്റിലാകുമെന്നും വനം ഉദ്യോഗസ്ഥർ പറഞ്ഞു. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. നിലമ്പൂർ റേഞ്ച് ഓഫീസർ KG അൻവർ, കാഞ്ഞിരപ്പുഴ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ K ഗിരീശൻ, SFOമാരായ C മാനുക്കുട്ടൻ, VM സുരേഷ് എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടിയത്. ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.